തമിഴ്നാട്ടിലെ വില്ലുപുരം ജില്ലയിലും പുതുച്ചേരിയിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഓറോവില്ലെ എന്ന ഒരു എക്സ്പെരിമെന്റൽ ടൗൺഷിപ്പിലേക്കാണ് നിങ്ങളെ ഇന്ന് ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇവിടം സന്ദർശിച്ചിട്ടുള്ളവർക്ക് ഓർമ്മകൾ അയവിറക്കുന്നതിനും ഇവിടെ ഇനിയും സന്ദർശിച്ചിട്ടില്ലാത്തവർക്ക് ഇവിടുത്തെ കാഴ്ചകളും ഈ ടൗൺഷിപ്പിനെ കുറിച്ചുള്ള വിവരങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ശ്രീമാൻ ശ്രീമതി ഫാമിലി വ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അരബിന്ദോ ഘോഷിൻ്റെയും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളോടും സംസ്കാരങ്ങളോടും ആകൃഷ്ടയാവുകയും അദ്ദേഹത്തിൻ്റെ സഹയാത്രികയും ശിഷ്യയുമായിരുന്ന മദർ എന്ന പേരിൽ അറിയപ്പെടുന്ന മിറ അൽഫാസ എന്നിവരുടെ ചിത്രങ്ങളാണ് ഈ ഭിത്തിയെ അലങ്കരിച്ചിരിക്കുന്നത്. മിറ അൽഫാസ എന്ന ഈ ഫ്രഞ്ച് വനിതയുടെ ആശയത്തിൽ രൂപം കൊള്ളുകയും ഭാവനയിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളതുമാണ് ഓറോവില്ലെ എന്ന ഈ പ്രകൃതി ഗ്രാമം. സുമാർ 4000 ഏക്കർ വിസ്തൃതിയുള്ള ഈ ടൗൺഷിപ്പിൽ 60ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള വിവിധ മതസ്ഥരായിട്ടുള്ള 3500ഓളം ആളുകൾ സഹവർത്തിത്വത്തോടെ, പരസ്പര ബഹുമാനത്തോടെ, സഹിഷ്ണുതയോടെ, ഉച്ചനീചത്വങ്ങളില്ലാതെ ഒരേ മനസ്സോടെ മാവേലി നാണുവാടിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് ഐതിഹ്യങ്ങളിലും നമ്മുടെ ഭാവനകളിലും മാത്രം കാണാൻ സാധിച്ചിരുന്ന, എന്നാൽ നമുക്ക് നമ്മുടെ കൺമുന്നിൽ കാണുവാനും മനസ്സിലാക്കുവാനും സാധിക്കുന്ന ഒരു സ്വർഗ രാജ്യമാണ് ഈ ആരോവില്ലെ എന്ന എക്സ്പെരിമെൻ്റൽ ടൗൺഷിപ്പ്. തദ്ദേശീയരും വിദേശീയരുമായിട്ടുള്ള ധാരാളം ആളുകൾ പ്രതിദിനം വന്നു പോകുന്ന ഈ വില്ലേജ് പുതുച്ചേരിയിൽ നിന്നും ഏകദേശം 12 കിലോമീറ്റർ ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഒരു ഓപ്പൺ ക്യാൻവാസ് ആണ്. വിവിധ തരത്തിലുള്ള വർണ്ണങ്ങളിലുള്ള ചായങ്ങളും ബ്രഷുകളും ഒക്കെ ആർക്ക് വേണമെങ്കിലും ഈ ക്യാൻവാസിൽ വരയ്ക്കാനും എഴുതാനും ഒക്കെ സാധിക്കുന്നതാണ്. 7 നിറങ്ങൾ ചേർന്നാൽ ഏകമെന്നുണർത്തും ശാസ്ത്രമുഖം എന്ന ആശയമാണോ ഇതിന് പുറകിലുള്ളത് എന്നുള്ളത് ആണ് എനിക്ക് തോന്നിപ്പോയത്. ഇവിടെ ഇപ്പോൾ നമ്മുടെ ശ്രീമതിയുടെ ഒരു കയ്യൊപ്പ് ക്യാൻവാസിൽ ചാർത്താനുള്ള ഒരു ശ്രമത്തിലാണ്. ഇത് ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലത്തിലാണ് ഇതുള്ളത്. ഇതിനകത്ത് ഒരു സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ടൗൺഷിപ്പാണെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. വെജിറ്റേറിയൻസ് ആണ്, നോൺ വെജ് ഇല്ല ഇതിൻ്റെ ഉള്ളിൽ. സാത്വികമായിട്ടുള്ള ഭക്ഷണം എന്ന് പറയുമ്പോൾ അതാണ്. അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ താമസിക്കുന്നവർക്ക് സ്കൂള്, ആശുപത്രിയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടെന്നാണ് മനസ്സിലാക്കിയത്. ഇവിടെ ഇപ്പോഴും കൺസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇത് വഴി വെട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. എന്തായിരുന്നാലും വലിയൊരു സംഭവമാണിത്. ഇത് 1968 ഇതിൻ്റെ തറക്കല്ലിട്ടത്. ഇങ്ങനൊരു ഗ്രാമം ഇവിടെ പണിയാനുള്ള അനുമതി ഗവൺമെൻറ് കൊടുത്തിട്ടുള്ളത്. വളരെ ശാന്തസുന്ദരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ. പച്ചപ്പും ഹരിതാഭയൊക്കെ നിറഞ്ഞ ഒരു വനപ്രദേശം പോലെയാണ്. അതായത് കോലാഹലങ്ങളൊന്നുമില്ല. ശ്രീമതി, നമുക്ക് ജ്യൂസ് എന്തെങ്കിലും കുടിച്ചാലോ? കുടിക്കാം. ഓർഗാനിക് ടീ, ഫിൽറ്റർ കോഫി, ലെമൺ ജ്യൂസ്, ബട്ടർ മിൽക്ക്. എനിക്കൊരു ലൈം ജ്യൂസ് മതി. അങ്ങനെ ഞങ്ങൾ ഓരോ ലൈം ജ്യൂസും കുടിച്ച് അങ്ങോട്ട് മുന്നോട്ട് നടക്കുകയാണ്. ഏകദേശം 1.5 കിലോമീറ്റർ നടന്ന് ചെന്ന് കഴിഞ്ഞാൽ ഈ ആളുകളെല്ലാം ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അതിനെ പറയുന്നത് മാതൃമന്ദിർ എന്നാണ് പറയുന്നത്. ഇതൊരു വലിയൊരു ആകർഷണമാണ്. നമ്മൾ ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, ഞാനിവിടെ കാണിച്ചു തരാം. അവിടെ ചെന്നിട്ട് അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ ഞങ്ങൾ പറഞ്ഞു തരാം. വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ അരബിന്ദോ ഘോഷ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി പ്രവർത്തിച്ചിരുന്ന ആളാണ്. പിന്നീട് അദ്ദേഹം സ്പിരിച്വാലിറ്റിയിലോട്ട് കടക്കുകയും ഒരു ആശ്രമം ഇവിടെ പോണ്ടിച്ചേരിയിൽ അരബിന്ദോ ഘോഷ് ആശ്രമം ഒക്കെ ഉണ്ട്. ഇവിടെ ധാരാളം ഫോറിനേഴ്സൊക്കെ വരാറുണ്ട്. അങ്ങനെ ഇവിടെ വന്ന ഒരു ഫ്രഞ്ച് വനിത മിറ അൽഫാസ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അവർക്ക് ഈ അരബിന്ദോ ഘോഷിൻ്റെ ആശയങ്ങളോടും ഒക്കെ താല്പര്യം തോന്നുകയും
അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യയായി പ്രവർത്തിക്കുകയും ചെയ്തു. ആ മിറ അൽഫാസയും ഒരു 300ഓളം വിദേശികളുമാണ് ആദ്യം ഇവിടെ എത്തിച്ചേർന്നത്. തരിശു ഭൂമിയായി കിടന്ന ഈ സ്ഥലം ഇന്ന് നാം കാണുന്ന ഈ രീതിയിലാക്കുവാനായിട്ട് ഒരുപാട് മനുഷ്യ പ്രയത്നം ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. 1968 ഈ എക്സ്പെരിമെൻ്റൽ വില്ലേജ് ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ ഒരുപാട് രാജ്യങ്ങളിലെ പ്രശസ്ത വ്യക്തികളൊക്കെ ഇവിടെ ഇതിൻ്റെ ഉദ്ഘാടനത്തിൽ സംബന്ധിച്ചിരുന്നു. 124 രാജ്യങ്ങളിലെയും 23 ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെയും മണ്ണ് ഈ ഓറോവില്ലെ ഗ്രാമത്തിൽ അന്ന് നിക്ഷേപിച്ചിട്ടുള്ളതായിട്ടാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. മിറ അൽഫാസയുടെ കൊച്ചുമകളുടെ ഭർത്താവായ റോജർ ആങ്കർ, അദ്ദേഹമാണ് ഈ ആരോവില്ലെ ഗ്രാമം ഡിസൈൻ ചെയ്തത് എന്ന് പറയുന്നു. മദറിൻ്റെ മരണശേഷം ഓറോവിൽ ഫൗണ്ടേഷനാണ് ഈ ഗ്രാമത്തിൻ്റെ ഭരണനിർവഹണം നടത്തുന്നത്. ഒരുപാട് ഓർഗാനിക് ഫാംസ് ഉണ്ട്, അതുപോലെ ജൈവ കൃഷിത്തോട്ടങ്ങൾ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള കൃഷി രീതികൾ ഇവിടെ പരീക്ഷിക്കപ്പെടുന്നു. പ്രഭാത നഗരം എന്നാണ് ഈ ഓറോവില്ല എന്ന വാക്കിൻ്റെ അർത്ഥം. ഈ വീഡിയോ കാണുന്ന പലരും കേട്ടിട്ടുള്ളതുപോലെ അല്ലെങ്കിൽ കണ്ടിട്ടുള്ളതുപോലെ ഈ ഗ്രാമത്തിൽ പോലീസ് സ്റ്റേഷനുകളില്ല, കോടതികളില്ല, ആരാധനാലയങ്ങളില്ല, സിഗരറ്റ് വലിയില്ല, വെള്ളമടിയില്ല, ബെവറേജസ് ഇല്ല, എന്തിന് ഇവിടെ കറൻസി പോലുമില്ല. ഇവിടുത്തെ അന്തേവാസികൾ അല്ലെങ്കിൽ ഇവിടെ താമസിക്കുന്നവർക്ക് ഓറോ കാർഡ് എന്നൊരു കാർഡ് കൊടുത്തിട്ടുണ്ട്. ഈ കാർഡ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ നമുക്ക് ധനവിനിയോഗമൊക്കെ നടക്കുന്നത്. ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടോടെയുള്ള ലോകത്തിലെ തന്നെ ഒരേ ഒരു എക്സ്പെരിമെൻ്റൽ ടൗൺഷിപ്പാണ് ഓറോവില്ല. ഇവിടെ ആശുപത്രികളുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. എല്ലാം കൊണ്ടും സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഗ്രാമത്തിൽ എല്ലാവരും സമഭാവനയോടെയും ഐക്യത്തോടെയും ലളിതമായ ജീവിതം നയിക്കുന്നവരാണ്. എൻജിനീയേഴ്സ് ആയാലും ഡോക്ടേഴ്സ് ആയാലും സാധാ ജോലികൾ ചെയ്യുന്നവരായാലും എല്ലാവർക്കും തുല്യ വേതനമാണ് ഈ ഗ്രാമത്തിൽ ഉള്ളത്. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നവരൊക്കെ ടൂറിസ്റ്റുകളാണ്. നമ്മൾ ഈ ഗ്രാമത്തിൽ താമസിക്കുന്ന ആളുകളെ ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു 4000 ഏക്കർ സ്ഥലത്തിൽ നമ്മളൊരു 1-2 ഏക്കറുകളിലൂടെ ആയിരിക്കും സഞ്ചരിക്കുന്നത്. ഉള്ളിലോട്ട് ഇവർ താമസിക്കുന്ന സ്ഥലങ്ങളുണ്ട്, ആ സ്ഥലങ്ങളിലോട്ടൊന്നും നമുക്ക് പ്രവേശനമില്ല. അപ്പം അതുകൊണ്ട് തന്നെ അവയൊന്നും നമുക്ക് കാണിച്ചു തരുവാനും സാധിക്കുന്നതല്ല. ലോകത്തിലെ ഏത് രാജ്യത്തുള്ളവർക്കും ഏത് മതസ്ഥർക്കും ഈ ഓറോവില്ല കമ്മ്യൂണിറ്റിയിൽ അംഗത്വം കിട്ടാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഈ അംഗത്വം കിട്ടുന്നത് വളരെ ശ്രമകരമാണ്. ഒരുപാട് ഫോർമാലിറ്റീസും അതുപോലെ ധാരാളം പണച്ചെലവും ഒക്കെ ഉണ്ടാവും. കൂടാതെ ഒരുപാട് കടമ്പകൾ കടന്നാലേ അവിടുത്തെ ഒരു സ്ഥിരം കമ്മ്യൂണിറ്റി മെമ്പർ ആകാൻ സാധിക്കൂ. ആദ്യ വർഷം ഓറോവില്ലക്കാരുടെ ദർശനങ്ങളും ആദർശങ്ങളും ഒക്കെ നല്ലവണ്ണം മനസ്സിലാക്കി ആദ്യ ഒരു വർഷം ഓറോവില്ലയുടെ എല്ലാ തരത്തിലുള്ള പരിപാടികളിലും പങ്കെടുക്കുകയും അവരുടെ ആദർശങ്ങളോടുള്ള പ്രതിബദ്ധത ബോധ്യപ്പെടുത്തുകയൊക്കെ വേണം. എന്നാലാണ് അവിടെ സ്ഥിരം കമ്മ്യൂണിറ്റി മെമ്പർ ആവാൻ സാധിക്കുക. ഓറോവില്ല സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഇവിടുത്തെ ഓറോവില്ല ഈ ഗ്രാമത്തിൽ അവിടുത്തെ കറണ്ടിൻ്റെ ആവശ്യങ്ങൾ കംപ്ലീറ്റ് സോളാർ പാനലുകൾ, സോളാർ ഊർജ്ജമാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ സോളാർ പാനലുകളാണ് നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. എന്താ നോക്കിയേ ഗീത, ഇത് നോക്കിയേ, ഇത് എത്ര മരമാണ്? ഒരേ മരം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരൊറ്റ മരം, പല മരങ്ങളായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ ഈ ഒരു മരത്തിൽ നിന്നുള്ള വേരുകൾ ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് കണ്ടോ. ഓരോ മരത്തിൻ്റെ ഓരോ ജോയിന്റിൽ നിന്ന് ഇങ്ങനെ വേരുകൾ ഇറങ്ങിയിട്ട് അത് മരം പോലെ ആയിരിക്കുകയാണത് കേട്ടോ. കണ്ടോ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള നമുക്ക് വർത്താണ് അല്ലേ. ഇത്രയും നടന്നു, നമ്മൾ 1 കിലോമീറ്ററോളം നടന്നു, മതിയായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇവിടെ വന്ന് ഇത് കണ്ടപ്പോൾ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഒരു മരത്തിൻ്റെ ജോയിൻസിൽ നിന്നൊക്കെ ഇങ്ങനെ വേരുകൾ ഇറങ്ങിയിട്ട്, വേരുകളാണെന്ന് തോന്നില്ല, അത് മരമാണെന്നേ തോന്നുള്ളൂ കണ്ടോ. ഇത് ആക്ച്വലി ഒരു മരമാണെന്ന് തോന്നും. പക്ഷേ ഇതിങ്ങനെ പോയിട്ട് അത് പോയിട്ട് അവിടെ ആ മരത്തിൻ്റെ ആ മരത്തെ പോയി നിൽക്കണം ഇങ്ങനെ ജോയിന്റ് ആയിട്ട്. ഓ, വേരിറങ്ങിയതാണ്, വേര് തന്നെയാണ് അല്ലേ. അതെ അതെ. അല്ല, ഇത് ഇവിടെ നോക്ക്, ഇവിടെ നോക്കി
ഇത് നോക്കി, ഇതാ മരത്തിൻ്റെ, ഇതാണ് മെയിൻ മരം. ഇതാണ് മെയിൻ മരം. ഈ മെയിൻ മരത്തിൽ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ തന്നെ ഇവിടെ നിന്ന് താഴോട്ട് ഇങ്ങനെ ഒരു വേരിറങ്ങിയിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെ ഓരോ ഭാഗത്തുനിന്നും ഇങ്ങനെ വേരുകൾ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഇത് ആക്ച്വലി കണ്ടില്ലേ, ഇത് കണ്ടോ, ഇത് മരത്തിൻ്റെ പോലെയുണ്ട് നമുക്ക്, പക്ഷേ ഇത് മരമല്ല, മരത്തിൻ്റെ വേരുകൾ ഇറങ്ങിയിരിക്കുക. ഇത് നമുക്ക് കാണുന്ന സമയത്ത് ഓരോ മരത്തിൻ്റെയും ശിഖരങ്ങൾ ഇങ്ങനെ നീണ്ടു പോയിട്ടുണ്ട്. അതിനെ താങ്ങി നിർത്താനായിട്ട് ഓരോ തൂണുകൾ സ്ഥാപിച്ചിട്ടുള്ള പോലെയാണ് നമുക്കിത് കാണുന്നത്. പക്ഷേ ഇതതിൻ്റെ വേരിറങ്ങിയിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. മാതൃമന്ദിറിലേക്കുള്ള വഴിയിലുടനീളം വിശ്രമസ്ഥലങ്ങൾ, അതുപോലെ കരകൗശല വസ്തുക്കൾ, ടീഷർട്ടുകളൊക്കെ വിൽക്കുന്ന വിൽപ്പനശാലകൾ, അതുപോലെ ഭക്ഷണശാലകൾ, ഓറോവില്ലയെക്കുറിച്ചുള്ള വിവരങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള ബോർഡുകൾ, ഇങ്ങനെ വഴിയിലുടനീളം നമുക്ക് ഓരോന്നും കണ്ടും മനസ്സിലാക്കിയൊക്കെ നമുക്ക് യാത്ര വളരെ രസകരമാണ്. ഭക്ഷണശാലകളിൽ കിട്ടുന്ന ഭക്ഷണം ഓറോവില്ലയിൽ തന്നെ കൃഷി ചെയ്തുണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുള്ളതാണ്. ഓറോവില്ല സന്ദർശിക്കാൻ വരുന്നവർ കുറച്ച് നടക്കാൻ തയ്യാറായിട്ട് വേണം വരാൻ കേട്ടോ. ഏകദേശം 1.5 കിലോമീറ്റർ നമുക്ക് നടക്കുവാനുണ്ട്. തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് ബസ്സിന് വരാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ മാതൃമന്ദിർ വ്യൂ പോയിന്റിൽ എത്തി. ഒരു വലിയ സ്വർണ്ണ താഴികക്കുടത്തോടു കൂടിയ ഡിസൈനാണ് മാതൃമന്ദിറിന് ഉള്ളത്. ഓറോവില്ലയുടെ ആത്മാവാണ് മാതൃമന്ദിർ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇതൊരു ആധ്യാത്മിക കേന്ദ്രമാണ്. അതിൻ്റെ ശാന്തമായ അന്തരീക്ഷത്തിന് പേര് കേട്ടതും ധ്യാനത്തിനും ആത്മപരിശോധനയ്ക്കും അനുയോജ്യമായ ഒരു സ്ഥലവുമാണ്. ആഴ്ചകൾക്ക് മുന്നേ ബുക്ക് ചെയ്തു മാത്രമേ മാതൃമന്ദിറിൽ പ്രവേശനമുള്ളൂ. Where are you coming from? Bangalore. Bangalore से आए? Yes, yes. कितना दिन है पौंडीचेरी में? We are there for 3 days. 3 days. Okay. What about you? You are from which place? Coming from Bangalore. You are also from Bangalore. Okay. How do you like Pondicherry? It's good. It's my 4th visit here. Your 4th visit. So 4 times you came in. There is something there in Pondicherry. Exactly. Very good. You went to the beaches? Yes. Very good. You are from? Come to in Rajasthan, Jaipur. राजस्थान जयपुर से आए. कब आया? आज आया और कल आया? कल आया. ओके. फर्स्ट टाइम आता है और दूसरा टाइम? फर्स्ट टाइम आता. अच्छा लगा? वेरी गुड. जयपुर से राजस्थान. ये एक फैमिली है? वेरी गुड. कितना आदमी है आपके साथ? 20 पीपल एकदम उधर से आए. बस में आए और ट्रेन में आए? फ्लाइट से आए. ओके. इधर आया. ये पुदुचेरी में एक एयरपोर्ट है. चेन्नई. हैदराबाद, मल्लिकार्जुन वगैरह जाकर रामेश्वरम, कन्याकुमारी वगैरह घूम के आए. Very good. So you are on a pilgrimage. All temples, visiting all temples. How many days program? 15 days. 15 days program. Very good. So all the best wishes. Thank you. We are from Kerala. You are from Kerala. Which place? Ernakulam. Ernakulam. We are also from Ernakulam. Ernakulam. Which part of Ernakulam? And what about you? I'm from Malappuram. Malappuram. Okay. Very good. You are from Aluva. Very good. Periyar. Near Periyar? No. Just going to. എന്തിനാ മലയാളത്തിൽ പറഞ്ഞാൽ പോലെ. അല്ല, ഞങ്ങൾ മലയാളികളാണ്. അപ്പോൾ ഞങ്ങൾ പാലാരിവട്ടത്താണ്. അപ്പോൾ നിങ്ങളിവിടെ പഠിക്കുകയാണല്ലേ? പോണ്ടിച്ചേരി ഏത് കോളേജിൽ? യൂണിവേഴ്സിറ്റിയിൽ. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ. ഏത് കോഴ്സ് ചെയ്യുന്നു? MA ഫിലോസഫി. വെരി ഗുഡ്. അപ്പോൾ ഞങ്ങൾ വെറുതെ ഒരു വ്ളോഗൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ്. ഫസ്റ്റ് ഇയർ പഠിക്കുന്നു അല്ലേ? ഓക്കെ. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. താങ്ക് യു. ഓറോവില്ലയിൽ വന്നു കഴിഞ്ഞാൽ കാഴ്ചകളൊക്കെ കണ്ട് മാതൃമന്ദിർ വരെ ഒരു 1.5 കിലോമീറ്ററോളം നമ്മൾ നടന്നാണ് പോകുന്നതെങ്കിൽ തിരിച്ച് മാതൃമന്ദിറിൽ നിന്നും നമ്മൾ വന്ന സ്ഥലത്തേക്ക് പോകുന്നത് ബസ്സിലാണ്. അതിന് അവർ ഫ്രീ ബസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ കാണുന്നത് കുറേ സ്കൂൾ കുട്ടികളാണ്. പോണ്ടിച്ചേരിയിലുള്ള ഏതോ സ്കൂളിലെ കുട്ടികളെ എക്സ്കർഷനായിട്ട് അവർ ഇവിടെ ഓറോവില്ല കാണിക്കുവാനായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. പോണ്ടിച്ചേരി സന്ദർശിക്കുന്ന ഏതൊരാളും ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഓറോവില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക്
കേരളത്തിൽ നിന്ന് കാർ ഓടിച്ചിട്ട് വരുന്ന ആൾക്കാരുണ്ട്. 550 മുതൽ 650 കിലോമീറ്റർ വരെയാണ് കേരളത്തിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഉണ്ടാവുക. അല്ലെങ്കിൽ പോണ്ടിച്ചേരിയിൽ വന്നു കഴിഞ്ഞാൽ പോണ്ടിച്ചേരിയിൽ നിന്ന് കാറ്, സ്കൂട്ടർ ഒക്കെ വാടകയ്ക്ക് കിട്ടും. അങ്ങനെ കാറിലും നിറയെ കാർ പാർക്കിങ്ങും സ്കൂട്ടർ പാർക്കിങ്ങും ഒക്കെയുള്ള നമുക്ക് ട്രാവലിങ്ങിന് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഓറോവില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഓറോവില്ല സന്ദർശിക്കുക, പോണ്ടിച്ചേരിയിൽ വരിക, പോണ്ടിച്ചേരിയിലെ കാഴ്ചകളൊക്കെ കാണുക. ഞങ്ങളുടെ പോണ്ടിച്ചേരി വിശേഷങ്ങളുടെ വീഡിയോ ഈ ഓറോവില്ലയുടെ ഈ എപ്പിസോഡോടുകൂടി അവസാനിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്ത്, കമൻറ്റ് ചെയ്ത്, ഷെയർ ചെയ്ത് പ്രൊമോട്ട് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു എപ്പിസോഡുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ നിങ്ങൾക്ക് ഏവർക്കും വണക്കം.